ഹലോ ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ട്രാവൽ വിത്ത് രവിതർ മറ്റൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളാക്കാൻ പോകുന്നത് സദ്യയിലെ പ്രധാന വിഭവമായ പ്രഥമനാണ്. നേന്ത്രപ്പഴം പ്രഥമനാണ് ഞാനിന്നിവിടെ ആക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ഈ ഓണത്തിന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ഒത്തിരി എളുപ്പമാണ്. അപ്പം എങ്ങനെയാണ് ഇത് ആക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു 300 ഗ്രാം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ബ്ലോക്സ് ആയിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് 1 കപ്പ് ഒന്നാം പാലാണ്. ഇത് ഏകദേശം 1.25 കപ്പുണ്ട്. രണ്ടാം പാലും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നേന്ത്രപ്പഴം ഒന്ന് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനൊരു ഗ്യാസ് സ്റ്റൗവിൽ കടായി വെച്ചിട്ട് അതിലേക്ക് ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നികയ്ക്ക് വെള്ളം വെക്കണം, അതിന് വെന്ത് കിട്ടാനായിട്ട്. ഒരു 1.25 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് തന്നെ നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ്. നിങ്ങൾ നേന്ത്രപ്പഴം എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ശർക്കരയൊന്ന് പാനിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഇല്ല, അതിൽ താഴെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഉരുകി വരണം. നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് അരിച്ചെടുക്കാം. നമ്മുടെ നേന്ത്രപ്പഴം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കിടക്കുന്ന എക്സ്ട്രാ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കണം. കുറച്ച് തണുത്തിട്ട് വേണം ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട്. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കാം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അടി കട്ടിയുള്ള ഒരു പാത്രം എടുക്കണം. ഉരുളിയുള്ളവർ ഉരുളി എടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കർ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് ഞാൻ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള നേന്ത്രപ്പഴത്തിൻ്റെ പേസ്റ്റ് ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുത്തോണ്ടേ ഇരിക്കണം.
നമ്മൾ അത്യാവശ്യം നന്നായിട്ടത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. രണ്ടും സെപ്പറേറ്റ് ആകാതെ മിക്സ് ചെയ്ത് അത് ഒരുമിച്ചാക്കുക. ഇനി ശർക്കരപ്പാനിയിൽ കിടന്നിട്ട് നേന്ത്രപ്പഴം നന്നായിട്ടൊന്ന് കുറുകി വരണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി പണിയൊന്നുമില്ല ഇത് ഉണ്ടാക്കാനായിട്ട്, വളരെ എളുപ്പമാണ് ഇതാക്കാനായിട്ട്. അത്യാവശ്യം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2ാം പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി 2ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ട് ഇളക്കിയിട്ട് അതും ആ 2ാം പാലിൽ കിടന്നിട്ട് അതൊന്നുകൂടെ കുറുകി വരണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് കുറുകിയെടുക്കുക. ഒരുപാടങ്ങ് കുറുകണ്ട. 2-3 മിനിറ്റ് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാനൊരു കുറച്ച് ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് 1ാം പാലാണ് ഏലക്കാപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം ഞാൻ 1ാം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള 1ാം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1ാം പാല് ഒഴിച്ചതിന് ശേഷം അത് തിളച്ച് വരേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. നമുക്ക് അതിലേക്ക് ചേർക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തെടുക്കാം. 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഞാൻ കാഷ്യൂനട്ടും റൈസിൻസും പിന്നെ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം അതും കൂടെ നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ പായസത്തിന്. മധുരമൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ശർക്കരയുടെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ്. നമുക്കൊരു പാത്രത്തിലേക്ക് അത് സെർവ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ എന്തായാലും ഈ പായസം ഉണ്ടാക്കി നോക്കണം.
മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നവരേക്കും ബൈ.